പ്രിയമുള്ളവർ, ഇത് ഞങ്ങളുടെ വെണ്ട ചെടികളാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് വെണ്ടച്ചെടികൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. നമ്മളൊട്ടും നിരാശപ്പെടുത്താത്ത ഒരു പച്ചക്കറിയാണ് ഈ വെണ്ടച്ചെടി. കാരണം നമ്മളത് ഒരു 10-20 ഒരു 30ഓളം വെണ്ടത്തൈകൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെണ്ടക്ക കിട്ടും. അതായത് ഒരു 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസം കറി വെക്കാനുള്ള വെണ്ടക്ക നമുക്ക് കിട്ടും. പിന്നെ ഇത് ആദ്യം, അതായത് ഇത് പൂക്കുന്ന ആദ്യ സമയത്താണ് വെണ്ടക്ക കൂടുതൽ കിട്ടുന്നത്. നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. അതായത് അതിന് ശേഷം, അതായത് നമ്മൾ ഒരു വെണ്ടയിൽ നിന്ന് തന്നെ നമ്മൾ നേരെ നല്ല ഹൈറ്റിലോട്ടൊക്കെ ഇത് പോകുന്നുണ്ട്. ഒരു 20ഓളം വെണ്ട വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മളത് മുറിച്ച് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വെണ്ടക്ക കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പച്ചക്കറി, നമ്മൾ ഏതുതരം പച്ചക്കറി എടുത്താലും ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് വിളവ് തരുന്ന ഒരു ഇനം പച്ചക്കറിയാണ് വെണ്ടക്ക. അപ്പോൾ എല്ലാവരും ഒരു 20 വെണ്ടത്തൈകളെങ്കിലും വീട്ടിൽ വെക്കണം. ഒരാഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് കറി വെക്കാനുള്ള വെണ്ട കിട്ടും. അതൊരു 30 വെണ്ടത്തൈയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആഴ്ചയിൽ 2 ദിവസം നന്നായിട്ട് കറി വെക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്, ആദ്യമാണ്, അതായത് ആദ്യത്തെ ഒരു മാസത്തോളമാണ് നമുക്ക് കൂടുതൽ വെണ്ടക്ക കിട്ടുന്നത്. പിന്നെ നമ്മൾ മുറിച്ച് ഒക്കെ വെച്ച് കഴിഞ്ഞാലും കിട്ടും. എന്നാലും അപ്പോൾ വെണ്ടക്കയുടെ എണ്ണം കുറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം നന്നായിട്ട് കിട്ടുന്ന വിളവെടുത്തതിന് ശേഷം വേണമെങ്കിൽ അത് പറിച്ച് മാറ്റിയിട്ട് പുതിയ തൈ വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത്, അതും ഇതേപോലെ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ വിളവ് തരാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെല്ലാവരും എല്ലാത്തരം കൃഷികളും ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ നന്നായിട്ടൊക്കെ